ഹായ് ഓൾ, ഗുഡ് ഈവനിങ്. നമ്മുടെ ഇന്നത്തെ സെഷൻ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റും അതുപോലെ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ്, ഈ രണ്ട് ജോബുകൾ തമ്മിൽ നമുക്കൊന്ന് കമ്പയർ ചെയ്താലോ. അപ്പോൾ സെഷനിലേക്ക് പോകുന്നതിന് മുമ്പ് നമ്മുടെ യൂട്യൂബ് ചാനൽ മിൻറ്റു PSC ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ലേറ്റസ്റ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷനും മോട്ടിവേഷൻ വീഡിയോസും ഒക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റ് രണ്ടും ഡിഗ്രി ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റിയ പോസ്റ്റുകളാണ്. അപ്പോൾ അത്യാവശ്യം നല്ല സാലറിയും അതുപോലെ നല്ലൊരു പോസ്റ്റും ഒക്കെ സ്വപ്നം കാണുന്ന ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഇത് രണ്ടിലും നിങ്ങൾ പ്രിഫർ ചെയ്യാറുണ്ട്. ഒന്ന് ഹൈക്കോർട്ടും ഓക്കെ, അല്ലെങ്കിൽ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റും ഓക്കെ, ഇത് രണ്ടും നമ്മൾ സെലക്ട് ചെയ്യാറുണ്ട്. പക്ഷേ ഇതിൻ്റെ ഓരോ പോസ്റ്റിൻ്റെ അഡ്വാൻറ്റേജ് എന്തൊക്കെയാണ്, അതേപോലെ തന്നെ ഇതിൻ്റെ സാലറി, ബാക്കി കാര്യങ്ങളൊക്കെയാണ് നമുക്ക് ഈ ഒരു വീഡിയോയിൽ കൂടെ ഡിസ്കസ് ചെയ്യാൻ പറ്റുന്നത്. പിന്നെ ഇപ്പം PSCയെ സംബന്ധിച്ചിടത്തോളം ഒരു കാര്യം നിങ്ങൾക്കറിയാലോ, റാങ്ക് ലിസ്റ്റ് വന്നു, നിയമനമൊക്കെ നടക്കുമ്പോൾ കുറച്ച് ലേറ്റ് ആവും. ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് എപ്പോഴും റാങ്ക് ലിസ്റ്റ് വന്ന് പെട്ടെന്ന് നിയമനം നടന്നു പോകുന്ന ഒരു പോസ്റ്റാണ്. അത് എപ്പോഴും ഓർത്ത് വെച്ചേക്കാം. അപ്പം ഈ നമ്മുടെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുന്നത് നമ്മുടെ യൂണിവേഴ്സിറ്റീസിലാണ് എപ്പോഴും അസിസ്റ്റൻ്റായിട്ട് നോട്ടിഫിക്കേഷൻ വരുന്നത്. അപ്പോൾ അത്യാവശ്യം നല്ല വേക്കൻസികളൊക്കെ ഉണ്ടാകും. ഹൈക്കോർട്ട് എന്ന് പറയുമ്പോൾ നമ്മുടെ കൊച്ചിയിൽ മാത്രം, ഹൈക്കോർട്ടിൽ മാത്രം, അവിടെയാണ് നിങ്ങൾക്ക് ജോലിയുള്ളത്. ഇപ്പം രണ്ടിൻ്റെയും സാലറി നോക്കുക. നിങ്ങളിപ്പം നമ്മൾ ഏതൊരു ജോബ് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴും ഫസ്റ്റ് നമ്മൾ അതിൻ്റെ സാലറിയാണ് നോക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഈ രണ്ട് പോസ്റ്റുകളുടെയും സാലറി നോക്കുമ്പോൾ 39,300 മുതൽ 83,000 വരെയാണ് രണ്ടിൻ്റെയും സാലറി. അപ്പോൾ സാലറി ഏകദേശം ഒരു ലെവലിൽ തന്നെയാണ് വരുന്നത്. പിന്നെ ഇതിൻ്റെ നമ്മുടെ ബാക്കി ഹൗസിംഗ് റെൻറ്റ് അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് കുറച്ചുകൂടെ കൂടുതൽ കിട്ടും. അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സിറ്റിയല്ലേ, ഇപ്പോഴും കൊച്ചിയിൽ തന്നെയാണ് നമ്മൾ സ്ഥിരമായിട്ട് ഒരു സ്ഥലത്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടെ HRA ഒക്കെ കുറച്ച് കൂടുതലായിരിക്കും വരുന്നത്. അപ്പോൾ സാലറി രണ്ടിൻ്റെയും 39,300 രൂപയാണ് ബേസിക്സ് പേ വരുന്നത്. 83,000 വരെയൊക്കെ വരും. സാലറി അത്യാവശ്യം 55, അത് നമ്മുടെ HRAയും എല്ലാം കൂട്ടുമ്പോൾ. പിന്നെ ഈ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആകുമ്പം യൂണിവേഴ്സിറ്റികളിലാണ് നിയമനം വരുന്നത്. അപ്പം നമുക്ക് ട്രാൻസ്ഫറും കാര്യങ്ങളൊക്കെ ഉണ്ടാകും. പക്ഷെ കൊച്ചി നമുക്ക് ഹൈക്കോർട്ടിൽ കിട്ടിക്കഴിഞ്ഞാൽ നമ്മളവിടെ സ്ഥിരമാണ്, ജോലിക്ക് നമ്മളവിടെ സ്ഥിരമാണ്. പിന്നെ 4:30 കഴിയുമ്പോഴേക്ക് അത്യാവശ്യം നമ്മുടെ ജോലിയൊക്കെ കഴിയും ഏകദേശം. നമുക്ക് കുറച്ച് നേരത്തേക്ക് ഇറങ്ങാൻ പറ്റും. പിന്നെ ഓണത്തിൻ്റെ, ക്രിസ്മസിൻ്റെ ഹോളിഡേയ്സും കാര്യങ്ങളും ഒക്കെ, അതുപോലെ അവധികൾ അത്യാവശ്യം നല്ലതായിട്ട് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനുണ്ട്. അത് ഓർത്ത് വെച്ചേക്കാം. പിന്നെ അതുപോലെ തന്നെ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ തന്നെ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിൻ്റെ ഒരു റാങ്ക് ലിസ്റ്റ് വന്നു കഴിഞ്ഞാൽ 3 വർഷമാണ് വാലിഡിറ്റി. അപ്പോൾ ആ ഒരു വേക്കൻസി വരുന്നതനുസരിച്ച് ഓരോ യൂണിവേഴ്സിറ്റികളിലേക്കും റിക്രൂട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. അപ്പോൾ നമ്മൾ ചിലപ്പം റാങ്ക് ലിസ്റ്റിൻ്റെ താഴെയാണ് വരുന്നതെങ്കിൽ കുറേ ടൈം എടുക്കും. ചിലപ്പോൾ നമ്മുടെ ടൈം കഴിയുന്നതിന് മുമ്പ്, നമ്മളെ വിളിക്കുന്നതിന് മുമ്പ് റാങ്ക് ലിസ്റ്റിൻ്റെ കാലാവധിയൊക്കെ കഴിയും. പിന്നെ PSCയുടെ ഇപ്പോഴത്തെ ഒരു ട്രെൻഡ് വെച്ചിട്ട് ഒരു എക്സാം ക്രാക്ക് ചെയ്ത് കയറുക എന്ന് പറയുന്നത് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ പോയ ഡിഗ്രി പ്രിലിംസ് ഒക്കെ നിങ്ങൾ കണ്ടപ്പോൾ മനസ്സിലായി കാണുമല്ലോ. പക്ഷേ ഹൈക്കോർട്ട് അങ്ങനെയല്ല, വ്യക്തമായ ഒരു പാറ്റേൺ ഉണ്ട്. പിന്നെ ആളുകളുടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിങ് ആണ്, ഇംഗ്ലീഷ് അറിയാവുന്നവർക്ക് മാത്രമേ ഈ എക്സാം ക്രാക്ക് ചെയ്യാൻ പറ്റൂ. അങ്ങനെയൊന്നുമില്ല. അവിടെ ഇംഗ്ലീഷ് ഉണ്ട്, അതുപോലെ തന്നെ നമുക്ക് GK ഉണ്ട്, പിന്നെ അതേപോലെ മാത്സ് ഉണ്ട്. ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മുടെ ഗ്രാമറുകളൊക്കെ വരുന്നുണ്ട്. പാസീവ്, ആക്റ്റീവ്, ഡയറക്റ്റ്, ഇൻഡയറക്റ്റ്, ഇഫ് ക്ലോസ്, അതുപോലെ ഫ്രേസ്, പിന്നെ കുറച്ച് ലീഗൽ ടേംസും ഇതൊക്കെ നമുക്ക് പഠിച്ചെടുക്കാവുന്നേ ഉള്ളൂ. പിന്നെ നമ്മൾ അടുത്തൊരു പേടി നിങ്ങൾക്ക് വരുന്ന ഡിസ്ക്രിപ്റ്റീവ് ലെവലിലേക്ക് പോകുമ്പോൾ എനിക്കിതൊക്കെ എഴുതാൻ പറ്റുമോ, എനിക്ക് അതിനുള്ള ലാംഗ്വേജ് ഉണ്ടോ. അവർ ലാംഗ്വേജ് സ്കില്ലിനെക്കാട്ടിലുപരി നമുക്ക് ഓരോ ടോപ്പിക്കിലും നിങ്ങൾക്ക് എന്തോരം അറിവുണ്ട്, അതാണ് മെയിനായിട്ട് ഡിസ്ക്രിപ്റ്റീവിൽ നോക്കുന്നത്. സിമ്പിൾ ലാംഗ്വേജിൽ എഴുതിയാലും മതി. പക്ഷേ ഓരോ ഇപ്പോൾ കോഡിനെ പറ്റിയോ അല്ല ഒരുപാട് കാര്യങ്ങളെപ്പറ്റി ഇവർ ചോദിക്കും. അപ്പം നമ്മുടെ കറണ്ട് അഫേഴ്സ് റിലേറ്റ് ചെയ്ത കാര്യങ്ങളാണ് ഡിസ്ക്രിപ്റ്റീവിൽ മെയിനായിട്ട് വരുന്നത്. ഹൈക്കോർട്ടിൽ നമുക്ക് കൊച്ചിയിൽ മാത്രമേ വരുന്നുള്ളൂ. അത് നിങ്ങൾക്കറിയാം, അത്യാവശ്യം നല്ല പ്രൊമോഷൻ സാധ്യതകളൊക്കെ ഉള്ളതാണ്. അതുപോലെ തന്നെ രണ്ടിനും അപ്ലൈ ചെയ്യാനായിട്ടുള്ള ക്വാളിഫിക്കേഷൻ ഡിഗ്രിയാണ്. അത് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻറ്റിനും ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിനും അതെ. പിന്നെ ഹൈക്കോർട്ടിൽ ഒരു 50% മാർക്ക് ഡിഗ്രിക്ക് വേണമെന്ന് പറയുന്നുണ്ട്. ഇപ്പം നിങ്ങൾ കുറച്ച് ഉദ്യോഗാർത്ഥികളൊക്കെ പറയാറുണ്ട്, മിസ്സേ നമ്മുടെ ഹൈക്കോർട്ടിൽ ലോ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനത്തെ ഒരു നിയമവും ഇതുവരെ ഹൈക്കോർട്ട് കൊണ്ടുവന്നിട്ടില്ല. അത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഡിഗ്രി വേണം, ബാച്ചിലേഴ്സ് ഡിഗ്രി 50%, പിന്നെ അതല്ലെങ്കിൽ മാസ്റ്റേഴ്സ് ഡിഗ്രി, ലോ ഡിഗ്രി ഒക്കെ ഉള്ളവർക്ക് അപ്ലൈ ചെയ്യാൻ കമ്പ്യൂട്ടർ നോളജ് അത്യാവശ്യമാണ്. അപ്പോൾ ഇതിൽ ഏജ് ലിമിറ്റിൽ ഒരു വ്യത്യാസമുണ്ട്. അതായത് ഏജ് ലിമിറ്റ് നമുക്ക് ഇതിൽ 18-36 അല്ല. ഇപ്പോൾ കേരള PSC വരുമ്പോഴത്തേക്ക് ഏജ് ലിമിറ്റ് നമുക്ക് 40 കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇവിടെയും അതനുസരിച്ചിട്ട് വ്യത്യാസങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ഏജ് ലിമിറ്റ് 3 വർഷം കൂടെ കൂടി. OBCക്ക് SC/ST ആകുമ്പോൾ 5 വർഷം, അതറിയാമല്ലോ. അപ്പോൾ 40 വരെ ജനറൽ കാറ്റഗറിക്കാർക്ക് കേരള PSCയിൽ അപ്ലൈ ചെയ്യാൻ പറ്റും.
പറ്റും. പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റിൻ്റെ അത്രയും പറ്റില്ല. അത് നമുക്ക് വ്യക്തമായിട്ട് ഇവർ ഇനിയും PSC മാറ്റിയത് കൂട്ട് എന്തെങ്കിലും നമ്മുടെ ഏജ് ലിമിറ്റ് ക്രൈറ്റീരിയാസ് മാറ്റിയിട്ടുണ്ടോ എന്ന് നമുക്ക് നോട്ടിഫിക്കേഷൻ വരുമ്പോൾ മാത്രമേ അറിയാൻ പറ്റുള്ളൂ. PSC അത് 40 വയസ്സ് വരെ ആക്കിയിട്ടുണ്ട് നോർമലായിട്ടുള്ളവർക്ക്. പിന്നെ ഇവിടെ ഹൈക്കോർട്ട് നമ്മൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറയുമ്പോൾ എക്സാം ആദ്യം ഒരു കോമൺ ഡിഗ്രി പ്രിലിംസ് ഉണ്ടാകും. ആ ഒരു ഡിഗ്രി പ്രിലിംസ് നമ്മൾ ക്രാക്ക് ചെയ്ത് ആ പ്രിലിംസ് ഒരു ക്വാളിഫയിങ് എക്സാമാണ്. അത് കഴിഞ്ഞിട്ട് മെയിൻസ് ആണ്. അതിനെ ബേസ് ചെയ്തിട്ടായിരിക്കും ഈ ഒരു യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് നടക്കുന്നത്. ഹൈക്കോർട്ട് ആദ്യം ഒബ്ജക്റ്റീവിൽ ഒരു മാർക്ക് ഉണ്ട് കട്ട് ഓഫ്. ആ മാർക്ക് ക്ലിയർ ചെയ്യുന്നവരുടെ മാത്രമേ ഡിസ്ക്രിപ്റ്റീവ് ആൻസേഴ്സ് നോക്കുള്ളൂ, ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നോക്കുള്ളൂ. ദെൻ അത് രണ്ടിന് ശേഷമാണ് ഇൻ്റർവ്യൂ. ഓരോന്നിനും മാർക്കുകളുണ്ട്. ഡിസ്ക്രിപ്റ്റീവ് ഞാൻ പറഞ്ഞിരുന്നത് എങ്ങനെയാണെന്ന്. അപ്പോൾ ഇതിനകത്തിൽ ഹൈക്കോർട്ടിൽ ഫസ്റ്റ് ഒബ്ജക്റ്റീവ് 75 മാർക്കിനാണ്, ഇംഗ്ലീഷ് 50, GK 40, ദെൻ 100 മാർക്കിൻ്റെ 10 മാർക്കിൻ്റെ മാത്സ്. സോ ഫസ്റ്റ് അതെന്ന് പറയുന്നത് 100 മാർക്കാണ്. 75 മിനിറ്റാണ് നിങ്ങൾക്ക് തരുന്നത് ഫസ്റ്റ് സ്റ്റേജ്. രണ്ടാമത് ഡിസ്ക്രിപ്റ്റീവ് വരുമ്പോൾ 60 മാർക്കാണ്. അവരുടെ ഷോർട്ട് എസ്സേയും അതുപോലെ കോംപ്രിഹെൻഷനും കാര്യങ്ങളും ഒക്കെയാണ് വരുന്നത്. കൂടുതലും നമ്മുടെ കറണ്ട് അഫയേഴ്സ് റിലേറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങളിൽ നിന്നൊക്കെയാണ് എസ്സേസ് ഒക്കെ ചോദിക്കാറുള്ളത്. പിന്നെ 10 മാർക്കിൻ്റെ ഇൻ്റർവ്യൂവിന് ഒരു 35% മാർക്ക് സ്കോർ ചെയ്യണം. അപ്പോൾ ഈ ഒരു ഒബ്ജക്റ്റീവ് 100 മാർക്കിൻ്റെ ഒബ്ജക്റ്റീവിൽ ഒരു കട്ട് ഓഫ് ഉണ്ടാകും. ആ കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവരുടെ ഡിസ്ക്രിപ്റ്റീവ് പേപ്പർ നോക്കുകയുള്ളൂ. അപ്പോൾ ഡിസ്ക്രിപ്റ്റീവിൽ നിങ്ങൾക്ക് കുറച്ച് കൂടുതൽ മാർക്ക് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ റാങ്ക് ലിസ്റ്റിൽ ആദ്യമൊക്കെ എത്തിപ്പെടാനായിട്ട് സാധ്യതയുണ്ട്. പിന്നെ നമുക്ക് യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണെങ്കിൽ പ്രൊഫഷണൽ പീരീഡൊക്കെ കഴിയുമ്പോൾ സീനിയർ ഗ്രേഡ് അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി വരെ ഒന്നും എത്തൂല കേട്ടോ. നമ്മൾ ഹൈക്കോർട്ടിലാണെങ്കിലും അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ്, സെക്ഷൻ ഓഫീസർ, കോർട്ട് ഓഫീസർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ ആ ഒരു പോസ്റ്റിലേക്കൊക്കെയാണ് പ്രമോഷൻ വരുന്നത്. ഇത് യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആയിട്ട് കയറുകയാണെങ്കിൽ സീനിയർ ഗ്രേഡ് അസിസ്റ്റൻ്റ് ആകാം, അസിസ്റ്റൻറ്റ് സെക്ഷൻ ഓഫീസർ ആവാം, സെക്ഷൻ ഓഫീസർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, ഡെപ്യൂട്ടി രജിസ്ട്രാർ. ഹൈക്കോർട്ടിലാണ് ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ്, സീനിയർ അസിസ്റ്റൻറ്റ്, സെക്ഷൻ ഓഫീസർ, കോർട്ട് ഓഫീസർ, അസിസ്റ്റൻറ്റ് രജിസ്ട്രാർ, അങ്ങനെയാണ് പ്രൊമോഷൻ സാധ്യത വരുന്നത്. ഇപ്പോൾ രണ്ടിനും പ്രൊവിഷണൽ പീരീഡ് ഉണ്ടാവും, ഒരു 2 years ഉണ്ടാവും. അത് ഓർത്ത് വെച്ചേക്കുക. രണ്ടിൻ്റെയും പ്രൊവിഷണൽ പീരീഡ് 2 years ആണ്. അപ്പോൾ ഇത്രയും നമ്മൾ ഇതിൻ്റെ രണ്ടിൻ്റെയും അതുപോലെ ക്യാരക്ടറിസ്റ്റിക്സും കാര്യങ്ങളും ഒക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതിൽ നിന്നും യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് ആണോ അതുപോലെ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് ആണോ നല്ലതെന്ന് ചോദിച്ചാൽ യൂണിവേഴ്സിറ്റി അസിസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ നമ്മൾ പറഞ്ഞതുപോലെ നോട്ടിഫിക്കേഷൻ വന്ന് ഒരു 6 months പ്രിലിംസ് നടന്നു. പിന്നീട് അതിൽ നിന്നും കട്ട് ഓഫ് ക്ലിയർ ചെയ്യുന്നവർക്കായിട്ട് മെയിൻസ് നടന്നു. അതിനുശേഷമാണ് റാങ്ക് ലിസ്റ്റ് വന്ന് ടൈം എടുക്കും. പക്ഷേ ഹൈക്കോർട്ട് അസിസ്റ്റൻ്റ് അങ്ങനെയല്ല. നോട്ടിഫിക്കേഷൻ വന്ന് എക്സാം നടന്നു കഴിഞ്ഞതിന് ശേഷം പെട്ടെന്ന് റാങ്ക് ലിസ്റ്റ് വരും. റാങ്ക് ലിസ്റ്റിൽ വന്നു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ജോലി കിട്ടും. അത് ആദ്യ റാങ്കുകളിൽ വന്ന അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആണ്. പിന്നെ കൊച്ചി എന്ന് പറയുന്ന സ്ഥലത്ത് നിങ്ങൾ സ്ഥിരമായിട്ട് അവിടെ തന്നെയായിരിക്കും. അത്യാവശ്യം ലീവും സാലറിയും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അപ്പോൾ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പ്രിപ്പയർ ചെയ്യുന്നവർ പിന്നെ PSCയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ കുറച്ചിങ്ങനെ ലാഗിങ്ങും കാര്യങ്ങളും ഒക്കെയാണ്. പിന്നെ ക്വസ്റ്റ്യൻസിലെ പാറ്റേണും ഒക്കെ മാറുന്നത് കൊണ്ട് നിങ്ങൾക്ക് കുറച്ചൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ ഹൈക്കോർട്ട് അസിസ്റ്റൻറ്റ് പരീക്ഷയ്ക്കായിട്ട് പഠിച്ചു തുടങ്ങിക്കോളൂ. അപ്പോൾ നമ്മൾ മിൻറ്റ് PSCയും ഇതിൻ്റെ ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ പ്രത്യേകത നമ്മുടെ സിലബസ് അനുസരിച്ചിട്ട് ലൈവ് ക്ലാസ്സുകളാണ് പ്രൊവൈഡ് ചെയ്യുന്നത്. ലൈവ് പറ്റിയില്ലെങ്കിൽ നിങ്ങൾക്ക് റെക്കോർഡഡ് വീഡിയോ കിട്ടും. സ്റ്റഡി മെറ്റീരിയൽസ്, വാട്സപ്പ് ഗ്രൂപ്പ്, മെൻ്റർ സപ്പോർട്ട് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. കുറഞ്ഞ ഫീസിൽ ഒബ്ജക്റ്റീവ്, ഡിസ്ക്രിപ്റ്റീവ്, ഇൻ്റർവ്യൂ ഇത് 3ഉം കൂടെ ചേർന്നിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നമ്മുടെ കോഴ്സ് എന്ന് പറയുന്നത്. 1999 ആണ് കോഴ്സ് ഫീ. ഫുൾ പേയ്മെൻ്റ് ആണ്. എക്സാം വരെ നിങ്ങൾക്ക് ക്ലാസ്സുകൾ കിട്ടും. അപ്പോൾ കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയാൻ നിങ്ങൾ ഈ സ്ക്രീനിൽ കാണുന്ന നമ്പറിലൊന്നും കോൺടാക്ട് ചെയ്യുക. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക. വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് കാണാം. താങ്ക് യു ഓൾ.